ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളെ വിളിച്ച് പേടിപ്പിക്കണമെന്ന് അവളുടെ അനിയത്തി ആ കളക്ടർ മാഡം പറഞ്ഞായിരിക്കും. അവൾ എത്രയൊക്കെ ഇത് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മരുമോള് ശാരികയ്ക്ക് നല്ല മുഴുത്ത വട്ട. നീ വെറും സീറോയാ, a big zero. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ നന്നാവും. പിന്നെ എന്റെ ഈ തല, അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മൊത്തത്തിൽ അരച്ചു കലക്കി പഠിച്ചെടുത്ത തലയാടി. നീ ഒന്ന് തപസ്സിരുന്നാ പോലും കിട്ടാത്ത കിട്ടാക്കനി. IAS. ഇനി നേർക്കുനേര് വരുമ്പോ ചുമ്മാ ഈ അക്ഷരങ്ങളൊന്ന് ഓർക്കണം. നിന്റെ കൊത്താൻ വെമ്പി വരുന്ന അഹങ്കാരത്തിന്റെ പത്തിയുണ്ടല്ലോ, അതങ്ങ് താനേ താണോളും. മാഡം, ഇതിപ്പോ ഇവിടെ പോയി കിടക്കുന്ന കാശ് എന്റേതാണ്. 15 കോടിയാണ് ഇതിന്റെ പേരിൽ എനിക്കുണ്ടായ നഷ്ടം. അതിനാര് സമാധാനം പറയും? ചതിച്ചപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് ചതിച്ചത് എന്നെയാണ്. ചതിയിലൂടെ നീയൊക്കെ സ്വന്തമാക്കിയത് മറ്റൊരു ചതിയിലൂടെ അവരങ്ങ് സ്വന്തമാക്കിയെന്ന് കരുതിയാ മതി. കുറേയധികം കളി ഈ വീട് കിട്ടിയിട്ട് നീയൊക്കെ കളിച്ചില്ലേ? അതല്ല എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട് തെളിവ് സഹിതം. ഞാൻ അതിലൊരു പിടി മുറുക്കിയ മലേഷ്യയിലുള്ള ബാക്കി സ്വത്ത് കൂടി വിറ്റുപെറുക്കി ഇവിടെ കൊണ്ടുവന്ന് പിഴ അടയ്ക്കേണ്ടി വരും. ആ സാഹസം നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഇനി ഈ വീട് രാഘവൻ നായരുടേതാ. ഒരവകാശവും നിങ്ങൾക്ക് ആർക്കുമില്ല. അപ്പൊ പിന്നെ എങ്ങനാ പോവല്ലേ? ഈ ഇരുമ്പ് കച്ചവടക്കാരെ ഇവരുടെ പണിയായത് അടക്കം ഞാൻ കൊണ്ടുപോവാ. ഇവരെന്താണോ പറയുന്നത് ആ വഴിക്കായിരിക്കും കേസിന്റെ പോക്ക്. ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റേ. പിടിച്ചു കയറല്ലോ. പിടിച്ചു കയറല്ലോ. ഇനി അവര് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെയൊക്കെ ഭാവി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എല്ലാത്തിനും താങ്ക്സ്. തക്ക സമയത്ത് വന്നതിനും നിന്നതിനും സഹായിച്ചതിനും അങ്ങനെ എല്ലാത്തിനും. ഇതെന്റെ ഡ്യൂട്ടി അല്ലേ? ഇനി ഒരു ഡ്യൂട്ടി കൂടി ഉണ്ട്. അതും പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാവും. വീണ്ടും കാണാം.
ഒരു പെണ്ണിനെ മാനസികമായും ശാരീരികമായും ദേഹോപദ്രവം ഏൽപ്പിക്കുക, പീഡിപ്പിക്കുക, അവളെ കൊല്ലാക്കൊല ചെയ്യുക. ഹ, എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ? എന്താ ഇപ്പൊ നിങ്ങളോടൊക്കെ പറയാ? ഈ അമ്മായി അമ്മ പോരിന്റെ കാലമൊക്കെ കഴിഞ്ഞു, അമ്മാവൻ പോരിന്റെ കാലവും കഴിഞ്ഞു. മക്കളും മരുമക്കളും കൊണ്ടുവന്ന് തരുന്നതും കഴിച്ച് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയി ഇനിയുള്ള കാലം കഴിയേണ്ട സമയമായി. ഈ രാജീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം മകനല്ലേ? ചോദിച്ചായിട്ടില്ലേ നിങ്ങള്? അല്ലേന്ന്? അതെ. അപ്പൊ അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇങ്ങനെയൊക്കെ അവന്റെ ഭാര്യയോട് പെരുമാറി കഴിഞ്ഞാ പിന്നെ അവൻ എങ്ങനെയാണ് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാവുന്നത്? ഇവർ അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് അമ്മാവ നിങ്ങൾ എന്തിനാ കടന്നു കയറുന്നത്? ഇതെന്റെ പെങ്ങളാണോ? ഇവളെ സംരക്ഷിക്കാനുള്ള കടമ എന്റേതാണല്ലോ. ദേ കണ്ടില്ലേ, അവളെ കടിച്ചു പൊട്ടിച്ചു വെച്ചേക്കണേ. ഇതിനാര് സമാധാനം പറയും? സാറിനോട് തന്നെയാ ചോദിച്ചത്, ഇതിനാര് സമാധാനം പറയൂന്ന്. സാറ് പറയൂ. താനെന്താ കളിച്ച് കളിച്ച് പോലീസിന്റെ നെഞ്ചത്ത് കയറി കളിക്കണം? സാറേ, സുഖമില്ലാത്താളാ. സാറേ, ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ വിളിച്ചു പേടിപ്പിക്കണമെന്ന് അവളുടെ അനിയത്തി ആ കളക്ടർ മാഡം പറഞ്ഞായിരിക്കും. അവൾ എത്രയൊക്കെ ഇത് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മരുമോള് ശാരികയ്ക്ക് നല്ല മുഴുത്ത വട്ടം. എന്റെ ദേഹം മുഴുവൻ അവള് മാന്തി പറിച്ചു വെച്ചിരിക്കുക. അതിപ്പോ അവർക്ക് മനസ്സിലാവില്ല. താമസിച്ച് 1-2 ദിവസം കഴിയുമ്പോ അവർക്കത് അറിയാൻ പറ്റും. ഉറക്കത്തിൽ അയ്യോന്ന് വിളിച്ചോണ്ട് എണീറ്റ് ഓടും. നിൽക്കുന്ന നിപ്പില് ബോധം കെട്ട് വീഴും. ഉറക്കമില്ലാതെ പരയ്ക്ക് ചുറ്റും രാത്രി കടന്ന് ഓടും. ഇതിനൊക്കെ പിന്നെ ഭ്രാന്തെന്നല്ലാതെ പിന്നെ എന്ത് പേരിട്ടാ സാറേ വിളിക്കുക? ഈ ഒരു തകരാറൊന്നും എന്റെ ചേച്ചിക്ക് വീട്ടിൽ നിൽക്കുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങളായിട്ടുണ്ടാക്കിയതാ. ചേച്ചി അവിടുന്ന് ഭ്രാന്തി എന്ന മുദ്ര കുത്തി ഇറക്കി വിടാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഇല്ലാ കഥകൾ. ഇല്ലാത്ത കഥകളോ? ഇല്ലാ കഥകളായിട്ടാണോ ഈ കൈ ഇങ്ങനെ കടിച്ചു പറിച്ചു വെച്ചേക്കുന്നത്? ദേ കണ്ടില്ലേ, അവളുടെ 5 വിരലും ഇവിടെ പതിഞ്ഞ് രക്തം ചത്ത് കിടക്കുന്നത്. മാന്യതാ. നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിച്ചപ്പോ ചേച്ചിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ. നിങ്ങൾ ഉപദ്രവിച്ചപ്പോ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വയം രക്ഷയ്ക്കായി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ മുറിവുകൾ വരാലോ. ചേച്ചി ചെയ്ത കുറ്റങ്ങളൊന്നും പൊന്നനിയത്തി പറയില്ലല്ലോ. പ്രേംനാഥ്, യെസ് മാഡം. ഇവരോട് മര്യാദയുടെ ഭാഷ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.